ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് നമ്മുടെ പാക്കിൽ വേൾഡ് കപ്പിൻ്റെ പരമായി വന്നിട്ടുള്ള പാക്കിൻ്റെ ഒരു റിവ്യൂ, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറ്റാനുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് മാത്രം ഒരു പാക്ക് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഇത് ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഏതായാലും പേഴ്സണലി എടുത്തിട്ടുള്ളൊരു പാക്ക് എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ പ്രീമിയം പാക്കാണ്. അതായത് നമ്മൾ റൊണാൾഡോ അടങ്ങുന്ന ഈ ഒരു അടിപൊളി പാക്കാണ്, ഒന്നും പറയാനില്ല. നൈസ് എന്ന് പറഞ്ഞാൽ അത്രക്കും കിട്ടില്ലൊരു കാർഡ് തന്നെയാണ് ഈ റൊണാൾഡോ. നമ്മളെ 107 ബിഗ് ടൈം റൊണാൾഡോയെ റൊണാൾഡോയുടെ കാർഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു കാർഡാണ് ഈ കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റേഞ്ച്. കാരണം അതെന്ന് പറയുന്നത് അത്രക്കും കിട്ടുന്ന കാർഡാണ്. അതിന് ഞാനൊരു മെസ്സി ഫാനാണ്, പക്ഷെ എന്നാലും ആ ഒരു കാർഡ് ഓപ്പോസിറ്റ് എൻ്റെ ഓപ്പോണൻറ്റിന് വന്നാൽ ഞാൻ ഒരു പേടിക്കും. കാരണം ആ കാർഡിനെ ഞാൻ ടൈറ്റ് മാർക്ക് വരെ ചെയ്യും ഇൻഡിവിജ്വൽസ് പോയിട്ട്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാർഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു കാർഡാണ് ഈ കാർഡ്. ഏകദേശം 2 കാർഡും സെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാർഡിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഈ കാർഡിലെ ഈ പാക്കിലെ ഏറ്റവും മെയിൻ പ്ലെയേഴ്സായിട്ട് ഞാൻ പറയുന്നത് ജാവോ ഫിലിക്സ്. ഒന്നും പറയാനില്ല, ഡ്രിബിളിങ്ങും ഷൂട്ടിങ്ങും പാസിങ്ങും എല്ലാം കിട്ടില്ലാണ്. ഒരു പ്രൊലിഫിക് വിങ്ങറായിട്ടാണ് ഈ കാർഡ് വന്നിട്ടുള്ളത്. മൂന്നാമത് ഞാൻ പറയുന്നത് വിറ്റീന, പിന്നെ 4ാമത് ഞാൻ പറയുന്നത് ബ്രൂണോ, 5ാമത് ഞാൻ പറയുന്നത് നൂനോ മെൻഡസ്, പിന്നെ ജാവോ ക്യാൻസെല്ലോ. ഇങ്ങനെയുള്ളൊരു കാർഡ്സാണ്. പിന്നെ ഗോളി ഒന്നും പറയാനില്ല, അടിപൊളി തന്നെയാണ്. പിന്നെ നമ്മളെ മാനേജർ 90 കിക്ക് കൗണ്ടർ വരുന്ന ആദ്യത്തെ മാനേജറാണ് ഈ ഫുട്ബോളിൽ. ആദ്യത്തെ മാനേജർ 90 റേറ്റിംഗ് വരുന്ന ആദ്യത്തെ മാനേജറാണ്. അപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുകയാണ്, ഫിനിഷിങ്ങും ഒഫൻസീവ് അവയർനെസ്സുമാണ് കൂടുതൽ. പക്ഷേ ഒരു ക്വിക്ക് കൗണ്ടർ യൂസ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഡിഫൻസ് പൊട്ടൽ എന്ന് പറഞ്ഞാൽ. അത് കിക്ക് കൗണ്ടർ കളിച്ച് ഏലായ ഒരു പ്ലെയേഴ്സിന് ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു ലോങ് ബോൾ കൗണ്ടറിന്നോ ലോങ് ബോളിന്നോ ഔട്ട് വൈഡെന്നോ പൊസിഷൻ ഗെയിമെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു മാനേജർ യൂസ് ചെയ്ത് പിന്നീട് ക്വിക്ക് കൗണ്ടർ വന്ന് 2-3 മാസം നിങ്ങളെ നല്ലോണം ബാക്ക് പൊട്ടു, കാരണം നിങ്ങൾക്ക് അത് ഏലായി വരുന്നേ ഉള്ളൂ. പക്ഷേ ഞാനെന്ന് പറയുന്നത് ആദ്യമേ ക്വിക്ക് കൗണ്ടർ യൂസ് ചെയ്ത് കളിക്കുന്നൊരു പ്ലെയറാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലോങ് ബോൾ കൗണ്ടറാണ്. അത് വേറെ കാര്യം. കിക്ക് കൗണ്ടർ ആദ്യമേ ഞാൻ കളിക്കുന്നതുകൊണ്ട് എൻ്റെ ഡിഫൻസ് അധികം പൊട്ടാറില്ല. അതുപോലെ തന്നെ എനിക്ക് നല്ല വൃത്തിക്ക് കളിക്കാനും പറ്റലുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിലോട്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ റൊണാൾഡോനെ നമ്മൾ ചെറുതായി കാണേ ചെയ്യരുത്, ഒരടാർ ഐറ്റം തന്നെയാണ് ഈ റൊണാൾഡോ. പിന്നെ ഈ ഒരു ജാവോ ഫിലിക്സ് എന്ന് പറയുന്നത് നമ്മളെ മാനേജറും വിറ്റീനൊക്കെ കിട്ടിലാണ്. നമ്മൾ ഇതിൻ്റെ ഒപ്പം കമ്പയർ ചെയ്യാൻ പറ്റിയൊരു പാക്ക് എന്ന് പറയുന്നത് നമ്മളെ ഫ്രാൻസിൻ്റെ ഒരു പാക്കാണ്. ഇതിൻ്റെ ഒപ്പം കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് ഉള്ളൊരു പാക്ക് തന്നെയാണ് ഫ്രാൻസിൻ്റെ. പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് പറയാനില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ ഒരു പാക്കിലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റം ഇതിട്ടുണ്ട്. നമ്മളെ ദശാംശ് 89 ലോങ് ബോൾ LBC വരുന്ന ഒരു അടിപൊളി മാനേജർ. നമ്മൾ ഈ ഫുട്ബോൾ 25 അത് സിംഗിൾ ബൂസ്റ്റ് ഉള്ള സമയത്ത് നമ്മളെ ഈ ഫുട്ബോൾ ഭരിച്ച ഒരു മാനേജറാണ് ദശാംശിൻ്റെ സിംഗിൾ ബൂസ്റ്റ് കാർഡ്. ഇതിപ്പോൾ അതിൻ്റെ ഡബിൾ ബൂസ്റ്റ് എത്തിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ഞാൻ ഇതിനെക്കൊണ്ട് പേഴ്സണലി കളിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. ഒന്നും പറയാനില്ല. 1500 കോയിൻ ഇതാ വർത്താണ്. ഞാനിതേതായാലും എടുത്ത് നമ്മളെ പോർച്ചുഗലിൻ്റെ ഈ ഒരു പാക്ക് എടുത്ത് ഇനി ഞാൻ കോയിൻ ഇപ്പം 355 കോയിനേ ആയിട്ടുള്ളൂ. അതെങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടി 28 ദിവസമേ ഉള്ളൂ. അതൊരു പേടി. ഈ ഒരു LBC മാനേജറിൽ ഈ ഒരു പാക്ക് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതിൻ്റെ കിലിയാണ് എംബാപ്പെ ആയിക്കോട്ടെ, എംബാപ്പയെല്ലാം ലോക കളിയാണ്. എംബാപ്പെ ആയിക്കോട്ടെ, ഡെംബലെ. പിന്നെ ഇതിൻ്റെ എനിക്ക് മെയിനായിട്ട് തോന്നുന്ന പ്ലേയേഴ്സിൻ്റെ പേര് ഞാൻ പറഞ്ഞത് എംബാപ്പെ, ഡെംബലെ, മൈക്കൽ ഒലീസെ, ഷെർക്കിയെല്ലാം കിടിലം പാസിങ്ങാണ്. ഷെർക്കിൻ്റെ പാസിങ്ങാണ് ഏറ്റവും മെയിൻ. നല്ല അടിപൊളിയായിട്ട് പാസും കൊടുക്കുന്നുണ്ട്. പിന്നെ അതായത് ഒലീസൻ്റെ നിങ്ങൾക്ക് ഒലീസൻ്റെയും ഡെംബലിൻ്റെയും എംബാപ്പൻ്റെ ഒന്നും കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ ഒരു എംബാപ്പെ ഒരു വെറൈറ്റി കിടിലം കാർഡ് ഞാൻ നല്ലോണം ഇറങ്ങി
കയറി കളിക്കുന്നുണ്ട്. നല്ലോണം ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഗോൾ മെഷീനായിട്ടാണ് ഞാൻ ഈ ഒരു എംബാപ്പനെ കണ്ടിട്ടുള്ളത്. ഞാൻ കളിപ്പിച്ച് നോക്കിയത്, ഞാൻ വീണ്ടും പറഞ്ഞാൽ പേഴ്സണലായിട്ട് കളിപ്പിച്ച് നോക്കിയൊരു കാർഡും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര രീതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ആ ഇംഗ്ലണ്ടിൻ്റെ ആയാലും ഇതിൻ്റെ നെതർലാൻഡ്സിന്, ജർമ്മനിൻ്റെ, ടർക്കിൻ്റെ ഒന്നും പാക്കിൻ്റെ റിവ്യൂ അധികം പറയുന്നില്ല, കാരണം ഞാൻ പേഴ്സണലി അതിനെക്കുറിച്ച് കളിപ്പിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെത് ഞാൻ കുറേ വീഡിയോസും കുറേ റിവ്യൂസും കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ 2K കോയിൻസ് ഉള്ള സമയത്ത് ഏതെടുക്കണം എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അണ്ണനെ തന്നെ എടുത്തു. അത് വേറെ കാര്യം. അണ്ണനെ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അണ്ണൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ പാക്കിൽ വരുന്നതാണെങ്കിൽ നമ്മളെ കെയിന് ഗോൾ പൗച്ചറല്ല, ഒരു ഡീപ് പ്ലേയിങ് ഫോർവേഡ് എന്ന് പറഞ്ഞൊരു പ്ലെയർ സ്റ്റൈലായിട്ടാണ് വരുന്നത്. ആ ഒരു ചെറിയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ലോ സ്ക്രീമർ ഉള്ളൊരു പ്ലെയറിന് ഡീപ് പ്ലേയിങ് ഫോർവേഡ് ഉള്ളത് കുഴപ്പമില്ല. കാരണം ഒരു ലോ സ്ക്രീമർ എന്ന് പറയുമ്പോൾ കുറച്ച് ഇറങ്ങി കളിച്ചിട്ട് അടിച്ച് ഗോളാക്കുന്ന ഒരു ടൈപ്പാണല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. എന്നാലും ഡീപ് പ്ലേയിങ് ഫോർവേഡ് ഏലാവാത്ത ആൾക്കാർക്ക് ഫസ്റ്റൊന്നും കളിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങ് ഏലാവലാണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇതുവരെയായിട്ട് പേഴ്സണലായിട്ട് റിവ്യൂ അതായത് കളിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രാൻസിൻ്റെ ബാക്കും അതേപോലെ തന്നെ പോർച്ചുഗലിൻ്റെ ബാക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 2K കോയിൻ ആക്കിയിട്ട് പോർച്ചുഗലിൻ്റെ പാക്ക് എടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബുദ്ധി. പക്ഷേ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയുന്നത്, ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ പോർച്ചുഗലിൻ്റെ പാക്ക് ഒരിക്കലും ചൂസ് ചെയ്യരുത്. കാരണം ഇതെൻ്റെ റിവ്യൂ, അതായത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ ഫ്രാൻസിൻ്റെ ആയിക്കോട്ടെ അങ്ങനെയാണ്. പക്ഷേ ഫ്രാൻസിൻ്റെ നിങ്ങൾ ഏത് വീഡിയോ പോയാലും നിങ്ങളോട് എടുത്തോ എന്നുള്ളൊരു വാക്ക് തന്നെ ആയിരിക്കും വരാനാണ് സാധ്യത. കാരണം നമ്മളെ ദശാംശ് ഉള്ളതും മാത്രം നമ്മളെ എംബാപ്പെ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഒരു സന്തോഷമായിട്ടുള്ളൊരു പോസിറ്റീവ് കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബിൽ 400 എന്ന ഒരു സംഖ്യ എത്തിയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ആദ്യം ഞാൻ 8 to 9 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 to 9 months ഞാൻ വീഡിയോ ഇട്ടിട്ട്, അതിന് ശേഷം ഇതിപ്പം 3ാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ആ ടൈം എനിക്ക് 450, 435, 50 ആ ഒരു റേഞ്ചിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വീഡിയോ ഇടൽ നിർത്തിയോടെ തന്നെ കുറേ പേര് എന്നെ അൺസബ് ചെയ്ത് 375 എന്നുള്ളൊരു നമ്പറിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് വീണ്ടും 400ലേക്ക് ഇത്രയും പെട്ടെന്ന് എത്തിയാലോ നല്ല സന്തോഷമുണ്ട്, ഒന്നും പറയാനില്ല. നല്ല സന്തോഷമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് 10-12 സബ്ബാണ് കയറിയത്, ഒന്നും പറയാനില്ല. അത് അത്രയ്ക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു എവ്രി വൺ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതിൽ വീഡിയോ അവസാനിപ്പിക്കാനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ പോർച്ചുഗലിലെ പാക്ക് നിങ്ങൾക്ക് റൊണാൾഡോനെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട. ഒരു ശരിയായ ഡബിൾ ബൂസ്റ്റർ വിൽ പവർ കാർഡ് തന്നെയാണ്. ഒരു ശരിയായ കാർഡ്, ഒന്നും പറയാനില്ല. ഈ റൊണാൾഡോയുടെ കാർഡ് ഒരു മസ്റ്റ് സൈൻ ഇൻ കാർഡ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു LBC ദശാംശ് എന്ന മാനേജറും ഒന്നും പറയാനില്ല, നല്ല അടിപൊളി മാനേജറാണ്. പിന്നെ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.